ഹലോ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റൊരു ഹെയർ കെയർ വീഡിയോ ആണ്. അതായത് മിക്കവരും ചെയ്യാത്തൊരു കാര്യം കേട്ടോ, നമ്മുടെ 1 വീക്കിൻ്റെ ഹെയർ കെയർ റുട്ടീൻ. അതായത് ഞാനിപ്പോൾ ആക്ച്വലി എൻ്റെ മുടി ഇത്ര വെച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ വളർന്നില്ലേ? ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് മുടി ഒന്നേ വളർന്നല്ലോ, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നവരാട്ടോ അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് മുടിക്കിപ്പോൾ എൻ്റെ ഡെലിവറി, സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ട് അങ്ങനെ എന്താ പറയുക, കൂടുതലായിട്ടുള്ള അങ്ങനെ ചെറുതായിട്ടൊക്കെ ഹെയർ ലോസ് ഉണ്ടായിരുന്നു ആ ഒരു ഹോർമോൺ ചേഞ്ചസിന്റെ ഭാഗമായിട്ട്. പക്ഷെ ഇപ്പോൾ ദൈവം സഹായിച്ച് അതൊന്നുമില്ല, മുടി താരൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഇല്ല, മുടി നന്നായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ അത്യാവശ്യം നമ്മുടെ ആ പഴയ ആ ഒരു മുടി, എനിക്ക് ഇത്ര മുടി ഉണ്ടായിരുന്നു അതിലേക്ക് തന്നെ എത്തും പെട്ടെന്ന് തന്നെ എത്തും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 1 വീക്കിൻ്റെ ഹെയർ കെയർ റുട്ടീൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ മുടി കഴുകണത് എൻ്റെ ഓയിലി ഹെയർ ആണ്, വേണമെങ്കിൽ എന്നും കഴുകാം, ഇന്ന് കുഴപ്പമില്ലാത്തൊരു ടൈപ്പാണ്. പക്ഷേ ഓയിലി മുടി ആയതുകൊണ്ട് പക്ഷെ ഞാനെപ്പോഴും മുടി കഴുകുക ആഴ്ചയിൽ ഒരു 3 തവണയാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഉടനെ ഞാൻ എന്നും കഴുകിയായിരുന്നു. എനിക്കൊരു ചെറിയൊരു ഹോർമോൺ ചേഞ്ചസിൻ്റെ ഒരു പ്രോബ്ലം വന്നിട്ട് എനിക്ക് ഭയങ്കര ചൂടിൻ്റെ ഒക്കെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ എന്നും കഴുകിയായിരുന്നു. പക്ഷേ വീണ്ടും ഞാനിപ്പോൾ ബാക്ക് ടു നോർമലിലേക്ക് വന്നു, പണ്ടത്തെ പോലെ തന്നെ. അതായത് വീക്കിലി 3 പ്രാവശ്യം, ഏറ്റവും കൂടുതൽ ചിലപ്പോൾ 4 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ഹെയർ വാഷ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു റുട്ടീനാണ് മൺഡേ ടു സൺഡേ, ആ ഒരു റുട്ടീനാണ് നമ്മൾ കാണാൻ പോണത്. അപ്പോൾ ഞാൻ അതിൽ എണ്ണ ഉപയോഗിക്കുന്നുണ്ട്, പാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെയാണ് ഞാൻ എൻ്റെ ഹെയർ കെയർ റുട്ടീൻ ഒരു 1 വീക്ക് തന്നെയാണ്, പിന്നെ എല്ലാ ദിവസവും എല്ലാ മാസവും എല്ലാ ആഴ്ചയും ചെയ്യണത്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്ന എന്തെങ്കിലും പാക്കോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നോക്കാം. അല്ല നിങ്ങൾക്ക് വെറുതെ ജസ്റ്റ് എങ്ങനെയാണ് ഹെയർ കെയർ ചെയ്യണേന്നൊക്കെ അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ളവർക്കും കാണാം. അപ്പോൾ ഒരു 1 വീക്ക് ഹെയർ ഗ്രോത്ത് ഹെയർ കെയർ റുട്ടീനാണ് നമ്മൾ കാണാൻ പോണത്. അപ്പോൾ എന്തായാലും നോക്കിയാലോ. ഇന്നപ്പോ തിങ്കളാഴ്ച കേട്ടോ. അപ്പൊ ഞാൻ മുടി വാഷ് ചെയ്യാൻ പോവാണ്. എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും നമ്മുടെ നിലാ സെറംസിന്റെ ഹെയർ ഓയിൽ എന്റെ മുടീനെ നല്ല രീതിക്ക് എന്നെ മുടി ഇങ്ങനെ എന്താ പറയാ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോ മുതലാണ് എന്റെ മുടി നല്ല രീതിക്ക് തിക്കായിട്ട്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, എന്റെ മുടി ഒന്നാമത്തത് ഭയങ്കര നൈസ് തൂവല് പോലുള്ള മുടിയാണ്. അപ്പൊ അതില് മുടിയുടെ തിക്നെസ് ഇത്രയ്ക്ക് തന്നെ നമുക്ക് തോന്നുന്നത് അത്രയും നൈസായിട്ട് കിടക്കണോണ്ടേ മുടിയുടെ ഓരോ ഇഴയും അത്രയും നൈസാ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പൊ ഉള്ള തിക്നെസ് തന്നെ നല്ല രീതിക്ക് തന്നെ വരുത്തുന്നതും അതുപോലെ തന്നെ മുടി പെട്ടെന്ന് വളരാൻ സഹായിക്കുന്നതും എന്റെ അടിയുറച്ച വിശ്വാസം ഞാൻ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഫുഡിന്റെ ഒക്കെ ഉണ്ട് കേട്ടോ, എഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴും ഫ്ലാക്സ് സീഡ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് അതിന്റെ വേറെ ഗുണങ്ങളുണ്ട്. എന്നാലും ഞാൻ പുറമേ യൂസ് ചെയ്യണേല് ഈ ഓയിലില് ഞാൻ എന്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ പറയുന്നതല്ല, കുറേ പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടൊക്കെ അന്വേഷിച്ച് പിടിച്ച് വന്നിട്ട് മുടിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് നല്ല വ്യത്യാസം വന്നു എന്ന് പറഞ്ഞിട്ട് താങ്ക് യു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോ എനിക്കത് ഭയങ്കര മറക്കാനാവാത്ത അനുഭവങ്ങളാണ്. ഇത് മാത്രമൊന്നല്ല, നമ്മുടെ ഹെയറിന് മാത്രമല്ല, നമ്മുടെ DIY സ്കിൻ കെയർ ചെയ്തിട്ട് അത് എനിക്ക് തോന്നുന്നു വീട്ടിൽ വന്ന് മുഖക്കുരു കൊണ്ട് നിറഞ്ഞിട്ട് അവർക്കത് മാറ്റിയെടുത്തിട്ട് അവർ വീട്ടിൽ വന്നിട്ട് എന്നോട് സംസാരിക്കുകയും ഒരുപാട് സന്തോഷത്തോടെ സംസാരിക്കുക. അവരുടെ മുഖം നല്ല ക്ലിയർ ആയി, അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ, അങ്ങനെ കംപ്ലീറ്റ് തന്നെ പറയുന്നില്ല എന്തിനാ നമ്മൾ ചുമ്മാ. അപ്പൊ ഞാൻ ഒന്നും അങ്ങനെ പറയാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ഹെയർ ഓയിൽ റുട്ടീനാണ്. ഹെയർ ഓയിൽ റുട്ടീനിൽ ഞാൻ 3 കാര്യങ്ങൾ ചെയ്യും. അതായത് മുടി ഇങ്ങനെ താഴ്ത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് തലയോട്ടീനാണ് കൂടുതൽ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ മുഴുവൻ തുമ്പത്തൊന്ന് അപ്ലൈ ചെയ്യും. പിന്നെ നന്നായിട്ട് നമ്മുടെ ഈ വിരലുകൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഞാൻ ഒരു 25 മിനിറ്റ് ചിലപ്പോൾ കൂടുട്ടോ, ചിലപ്പോൾ അടിച്ചു തുടയ്ക്കാനോ എന്തെങ്കിലുമൊക്കെ പണികളുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടാവും നമ്മള് കുളിക്കുക. അപ്പൊ 1 അരമണിക്കൂറൊക്കെ വെക്കും. പിന്നെ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പും കണ്ടീഷണറും. ഇത് നമ്മുടെ നിലാ സെറംസിന്റെ ഹിബിക്കസ് ഷാമ്പു ആണ്. അതുപോലെ തന്നെ നമ്മുടെ അലോവേര കണ്ടീഷണർ ആണ്. ഇതിന്റെ പ്രത്യേകത, ഞാനും ആഴ്ചയിൽ 3 തവണ വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 തവണ ഷാമ്പും കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ട്. കാരണം ഞാൻ ഉപയോഗിക്കുന്ന പാക്കുകളിലൊക്കെ എഗ്ഗും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എഗ്ഗിനെ വിട്ടിട്ട് ഞാൻ ഒരു പണിക്ക് നിൽക്കാറില്ല കേട്ടോ. നല്ല രീതിക്ക് നല്ലൊരു പ്രോട്ടീനാണ് എഗ്ഗ് നമുക്ക് തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നല്ല വ്യത്യാസം വരും. പിന്നെ ഞാൻ ഈ പാക്കുകൾ മാറി മാറി ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ കീഴാർനെല്ലിയുടെ പാക്ക് ഭയങ്കര നല്ലതാ. നമ്മുടെ പറമ്പിലൊക്കെ കീഴാർനെല്ലി കൂടുതലുണ്ടാകുമ്പോൾ അത് ഞാൻ പാക്ക് ഇടാറുണ്ട്. മുടി കൊഴിച്ചിലും മാറാൻ, മുടിക്ക് നല്ലോണം വളർച്ച കിട്ടാനൊക്കെ. അപ്പൊ ഷാമ്പൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്നും യൂസ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് നമ്മുടെ ഷാമ്പു എവിടെ കൊണ്ട് വേണമെങ്കിലും നോക്കിക്കാട്ടോ. കാരണം ഇതില് നമ്മൾ സാധാരണ നിങ്ങൾ കാണുന്ന ഷാമ്പൂസിന്റെ മാതിരിയല്ല, എന്താ പറയാ, അത്രയും ഹെർബലാണ് ഇൻഗ്രീഡിയൻസുകളൊക്കെ, അത്രയും പ്യുവർ ആയിട്ടുള്ള ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ വെള്ളത്തിൽ മിക്സ് ചെയ്തോ അങ്ങനെയൊന്നും യൂസ് ചെയ്യണ്ട, ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്നും തല കഴുകുന്നവർക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്
നമ്മുടെ ഷാമ്പു ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് കണ്ടീഷണർ കുറച്ച് കൂടുതൽ ഇടും, നല്ല രീതിക്ക് തന്നെ സിൽക്കി സോഫ്റ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും. അപ്പൊ ദേ ഇന്നത്തെ നമ്മുടെ തല കഴുകൽ കലാപരിപാടികൾ കഴിഞ്ഞു. പിന്നെ എന്റെ ലിപ്സ്റ്റിക് ഒന്നും കണ്ടിട്ട് നോക്കണ്ട, ഞാൻ മേല് കുളിച്ചിട്ടില്ല. മേലിഞ്ഞ് പോയി ഞാൻ നനഞ്ഞോണ്ട് ഡ്രസ് ജസ്റ്റ് മാറ്റിയിട്ടുള്ളൂ. മേലിൽ പോയി കുളിക്കണം. അത് എനിക്ക് വേറെ കുറച്ച് പരിപാടീസ് ഉള്ളത് കൊണ്ടേ, അതാണ് ലിപ്സ്റ്റിക് ഒക്കെ. അപ്പൊ ഇത് വന്നിട്ട്, അപ്പൊ നമ്മൾ തിങ്കള് കഴിഞ്ഞു, ചൊവ്വ കഴിഞ്ഞു, അപ്പൊ ബുധനാഴ്ച കേട്ടോ. അപ്പൊ ഇത് വന്നിട്ട് നമ്മള് നമ്മുടെ ഇന്നിപ്പോ ഞാൻ പാക്ക് ഇടുന്നത്, അപ്പൊ മുടി നല്ല രീതിക്ക് തന്നെ ഷൈനി ആയിട്ടും നല്ല ബ്ലാക്ക് ആയിട്ടും മുടി എന്താ പറയാ നരയ്ക്കാതെയും ഒക്കെ ഇരിക്കാൻ സഹായിക്കുന്നതാണ് നിലാസെറക്സിന്റെ ഈ ഒരു എന്താ പറയാ ഹെയർ പാക്ക്. ഇതില് ഉലുവ, അതുപോലെ തന്നെ എന്താ പറയാ ശീക്കക്കായ്, അതുപോലെ റീത്ത, അങ്ങനെ കുറെ ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മുടെ ഈ താമരയല്ലി, ജഡാമാഞ്ചി, അങ്ങനെ ഒരുപാട് റയർ ഇൻഗ്രീഡിയൻസുകൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മുടിക്ക് ഞാൻ ഭയങ്കരമായ മുടി വളർച്ച ഉണ്ടാവുന്നൊന്നല്ല, പക്ഷെ മുടി വളർച്ച നമുക്ക് ഉണ്ടാവും, ഹെയർ ഗ്രോത്ത് വരുന്നുള്ളത് ഷുവർ ആണ്. അതുപോലെ തന്നെ ഭയങ്കര മാജിക് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഈ ഒരു പാക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഏത് ഇൻഗ്രീഡിയൻസിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാം. എനിക്ക് മുട്ട നല്ലതാണ്, എന്റെ മുടിക്ക് വേഗം ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ മുട്ടയാണ് എടുക്കുന്നത്. മുട്ട ഫുൾ ആയിട്ട് എടുക്കും കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ഇത് മിക്സ് ചെയ്യാം, അലോവേര ജെല്ലില്, നമ്മുടെ വീട്ടിൽ ഫ്രഷ് അലോവേര ഉണ്ടെങ്കിൽ അതിൽ മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ചെമ്പരത്തിപ്പൂ നല്ല രീതിക്ക് തന്നെ വെള്ളത്തിൽ ഇങ്ങനെ അരച്ചെടുത്തിട്ട് അതിൽ മിക്സ് ചെയ്യാം. അങ്ങനെ ഇതിൽ ചെമ്പരത്തി പൗഡർ ഒക്കെ ഉണ്ട് കേട്ടോ, എന്നാലും നിങ്ങൾക്ക് ഞാൻ പറയുന്നതാണ്. ജസ്റ്റ് വെള്ളത്തിൽ വേണമെങ്കിൽ മിക്സ് ചെയ്യാം. ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും നേരില്ലാത്തവർക്കൊക്കെ അങ്ങനെയും മിക്സ് ചെയ്യാം. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് നമുക്ക് വീക്കിലി ട്വൈസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് വേറെ പാക്കുകളൊന്നും ചെയ്യാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഇത് തന്നെ മതി. അപ്പോ ഹെർബൽ ആണ്, പ്യൂർ ഹെർബൽ ആണ്. ഒരൊറ്റ എന്താ പറയാ ഇൻഗ്രീഡിയൻസ്, എന്താ പറയാ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ല. പ്യൂർ ആയിട്ടുള്ള ഹെർബൽ ആയുർവേദിക് ഇൻഗ്രീഡിയൻസുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പൗഡറിൽ. അപ്പൊ ഇത് നമുക്ക് ഞാൻ കൂടുതലായിട്ട് തലോട്ടീനാണ് എല്ലാതും എന്താണെങ്കിലും നോക്കുക. അപ്പൊ നമ്മുടെ ക്ലെൻസ് ചെയ്യാനും അതുപോലെ തന്നെ മുടിയിൽ താരൻ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറാനും മുടി വളർത്താനും ഒക്കെ ഇതിന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോ ചിലപ്പോ ഞാൻ പിന്നെയും പറയുന്നു മാറ്റി യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ ഈ വീക്ക് പാക്കാണ് എന്തായാലും യൂസ് ചെയ്യും, 2 തവണയോ അങ്ങനെ. പിന്നെ ഞാൻ ചിലപ്പോൾ ക്ലൈമറ്റിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഓയിലിംഗ് 2 തവണയും പാക്ക് 1 തവണയാക്കും. അതിങ്ങനെ നമുക്ക് ക്ലൈമറ്റിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ചേഞ്ച് വരുത്തുന്നത് നല്ലതാട്ടോ. അങ്ങനെ അപ്പൊ ഞാന് മുടി എപ്പോഴും ഇങ്ങനെ താഴത്തേക്ക് ഇട്ടിട്ട് ചെയ്യുന്നോണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് എണീറ്റു, എനിക്ക് അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റണില്ല. അപ്പൊ ഞാൻ ദേ പുറത്തേക്ക് വന്നിട്ട് എപ്പോഴും ഞാൻ അങ്ങനെ മുടി കീഴ്പെട്ടേക്ക് ഇട്ടിട്ട് ഇങ്ങനെ എന്താണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പൊ ഞാൻ അമ്മൂനാണെങ്കിലും, അമ്മൂന് മുടി നല്ലോണം വളർന്നു കേട്ടോ. അത് ഞാൻ പിന്നെ ഇനി കാണിച്ചു തരാം വീഡിയോയില്. അവൾക്ക് ഇപ്പൊ എന്തായാലും വേറെ പാക്കും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ നേരമില്ല. അവളിപ്പോ ഫുൾ ഹെയർ ഓയിൽ മാത്രമാണ്, പക്ഷെ മുടി പടപടപടപടേന്ന് വളരുന്നുണ്ട്. എന്നെയൊക്കെ കൂടുതൽ മുടി അവൾക്കായിരുന്നു, ഉള്ളും ഒക്കെ. അങ്ങനെ അപ്പൊ അവള് പിന്നെ കുട്ടികളല്ലേ, അപ്പൊ പിന്നെ അവൾക്കൊന്നും നേരം ഇല്ല കേട്ടോ. ഞാൻ ഇപ്പൊ വീട്ടിൽ നിൽക്കുന്നോണ്ട് നേരം ഉണ്ടാക്കിയിട്ടാണെങ്കിലും പാക്കൊക്കെ ഇടാം. അവൾക്ക് ട്യൂഷൻ സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊട്ടും നേരമില്ല. അങ്ങനെ നമ്മൾ പാക്ക് ഇട്ട് ഒരു 20-25 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അപ്പൊ ഞാൻ എപ്പോഴും ഷാമ്പും കണ്ടീഷണറും അപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ നിലാസെറക്സിന്റെ ഷാമ്പും കണ്ടീഷണറും അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ കുളിച്ചു കഴിഞ്ഞ് വന്നിട്ട് ഇത് നമ്മുടെ ഹോം മെയ്ഡ് DIY ജെലാറ്റിൻ സെറ്റിംഗ്, ആ ഒരു ജെലാറ്റിൻ ലോഷൻ ആണ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്കിത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം മുടി നല്ല രീതിക്ക് തന്നെ സെറ്റ് ആയിട്ട് കിടക്കും. വേറെ ഒരു എന്താ പറയാ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റൈലിംഗ് മെഷീൻസ് ഒന്നും എനിക്ക് വേണ്ട, ടൂൾസ് ഒന്നും. കാരണം ഇത് എൻ്റെ ഒരു സെറ്റിംഗ് ലോഷൻ ആണ്. ഇത് എല്ലാവർക്കും പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ കുറച്ച് പേരൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കൂടി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് വർക്ക് ഓരോരുത്തരുടെ മുടിയുടെ അനുസരിച്ചിരിക്കുന്നു തോന്നിട്ടത്. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തു. ഇതേ കാണാം, ഉണങ്ങിയപ്പോ കണ്ടില്ലേ മുടി പിടി എത്താത്ത മാതിരി നമ്മുടെ മുടി ഉള്ളു വരും. ഈ ഒരു ജെലാറ്റിൻ സെറ്റിംഗ് ലോഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടിപൊളിയാട്ടോ. എനിക്ക് നന്നായിട്ട് വർക്കായി. ഞാനിപ്പോ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ നമ്മള് ഫേസ് പാക്ക് ആണെങ്കിലും എന്താണെങ്കിലും എനിക്കിപ്പോ നല്ലോണം വർക്കാവുണ്ടാവും. പക്ഷെ ചിലർക്കത് വിപരീത ഫലവും. കാരണം എല്ലാവരുടെയും ഓരോരുത്തരുടെ ഓരോ മുടിയുടെ ആണെങ്കിലും ഒക്കെ ടെക്സ്ചർ വ്യത്യാസമല്ലേ. എനിക്ക് നല്ല രീതിക്ക് വർക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞ് വീഡിയോ ചെയ്യണത്. അത് എത്രത്തോളം പേർക്ക് അത് സെറ്റ് ആവുന്നോ ഒന്നും എനിക്ക് അറിയണില്ല. കാരണം നമുക്ക് അങ്ങനെ കുറെ പേരിലെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പറ്റണില്ല. നമുക്ക് നമ്മുടെ ഒരു റിസൾട്ടല്ലേ നമ്മൾ പറയണത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പോലത്തെ മുടിയുള്ളവർക്ക് ധൈര്യമായിട്ട് ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. പക്ഷെ നമ്മൾ ജെലാറ്റിൻ എടുക്കുമ്പോഴൊക്കെ കറക്റ്റ് ആയിട്ട് എടുക്കണം. കാരണം ജെലാറ്റിൻ ഭയങ്കര കൂടുതലായി ഭയങ്കര പൊടിയായിട്ട് കിടക്കുക. അത് പൊക്കോളും, നമ്മൾ നന്നായിട്ട് ചീർപ്പോണ്ട് ഈരിയാൽ മതി, അപ്പൊ നന്നായിട്ട് പോവും. പിന്നെ ഞാൻ എന്റെ നൈറ്റിൽ കാണിക്കണതേ, എനിക്ക് നേരം കിട്ടാറില്ല. നൈറ്റ് ഇപ്പൊ ആർക്കുട്ടിക്ക് ചില ദിവസങ്ങളിൽ ഒരു ജാതി വാശി വരും, അപ്പൊ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ വീഡിയോ എടുക്കാനാണ്. അപ്പൊ ഞാൻ ഈ നൈറ്റ്
ഹെയർ സിറം അപ്ലൈ ചെയ്യുന്നുണ്ട്. അതെനിക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ നിലാസെറപ്സിന്റെ ഹെയർ സിറാണ്. അതും ഹെയർ ഗ്രോത്തിന് ഒരുപാട് നമ്മൾ സഹായിക്കുന്ന. അപ്പൊ ശനിയാഴ്ച കേട്ടോ. അപ്പൊ 2 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇനി ഞാൻ ശനിയാഴ്ച കഴിഞ്ഞ് തല കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ചയാണ് കുളിക്കുക കേട്ടോ. അങ്ങനെ അപ്പൊ ഇന്നെന്ന് പറഞ്ഞാൽ എന്റെ മുടിയിൽ ഞാൻ 2 ദിവസം ഗ്യാപ്പ് വിട്ടപ്പോ കാര്യം നമ്മള് ജലാറ്റിന് കിട്ടുന്നെങ്കിലും ആ നെറ്റി ഭാഗത്തില്ലേ അവിടെ അങ്ങനെ ഓയിലി ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 2 ദിവസം മാക്സിമം, അതിനും കൂടുതലായി കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും നമ്മുടെ തലോട്ടിയുടെ ഭാഗമാണ് കൂടുതൽ ഓയിലി ആവുക, ബാക്കിലൊന്നും അധികം ഓയിലി ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഈ ഒരു പാക്കാട്ടോ, ഇത് ഹോം മെയ്ഡ് പാക്കാ, DIY പാക്കാ. ചിലപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലത്തെ ഉലുവ പാക്കോ കഞ്ഞിവെള്ളത്തിന്റെ പാക്കോ അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ അലോവേര പാക്കോ അങ്ങനെയൊക്കെ നമ്മൾ ഇടും. അപ്പൊ കൂടുതലും ഞാൻ എഗ്ഗ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എസ്പെഷ്യലി നമുക്ക്, ഞാനിപ്പോ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ഒരു റിക്കവറി സ്റ്റേജ് ആണ്, എന്റെ 2 കൊല്ലമായി. പക്ഷെ അപ്പൊ നമുക്ക് കുറെ അധികം കാര്യങ്ങൾ റിക്കവർ ചെയ്തു വരുന്ന സമയം, അതായത് നമ്മൾ ഡെലിവറിക്ക് കുറെ ഹോർമോൺ മാറില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പാക്കിന്റെ കാര്യം പറയാൻ പറ്റി സംസാരിക്കാം. എഗ്ഗ് ഫുൾ എടുത്തിട്ടുണ്ട്. അതിൽ തൈരാണ്. തൈര് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ല, നിങ്ങൾക്ക് കണ്ടറിയാം. കാരണം ഞാൻ വീട്ടിൽ തൈര് ഉണ്ടാക്കലില്ല, പാല് വാങ്ങലും ഇല്ല കേട്ടോ അധികം. പാറൂനാണ് ലാശം പാല് കൊടുക്കാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ തൈര് ഉണ്ടാക്കണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മേടിച്ചതാണ് വീട്ടിലുള്ള നല്ലത്. നന്നായിട്ട് മിക്സ് ചെയ്യുക, അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലൊരു തിക്ക് കട്ട പേസ്റ്റ് മാതിരിയാവും അത്. അപ്പൊ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതാണ്. അപ്പോ നമുക്ക് ആ ഒരു എഗ്ഗ് നല്ലോണം ഈ ഒരു റിക്കവറി സ്റ്റേജ് ആണ്, നമ്മുടെ ഹോർമോൺസ് ഒക്കെ ബാക്ക് ടു നോർമലിലേക്ക് വരും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഡെലിവറി കഴിഞ്ഞൊരു കുട്ടികൾക്ക് ഒരു 3 വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മൾ ബാക്ക് ടു നോർമലിലേക്ക് വരും. അത് നിങ്ങൾ യൂട്യൂബിലാണെങ്കിലും നിങ്ങളുടെ പരിചയക്കാരാണെങ്കിലും ഏത് അമ്മമാരും നോക്കിക്കോ. അതായത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ ബോഡിയും സ്കിന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു 3 കൊല്ലം 3.5 കൊല്ലം കഴിഞ്ഞാൽ പതുക്കനെ ബാക്ക് ടു നോർമൽ, അതായത് നമ്മള് ഡെലിവറിക്ക് മുന്നേ എങ്ങനെയായിരുന്നോ അതുപോലേക്ക് വരും. അതായത് ഭയങ്കരമായ മാറ്റങ്ങൾ ഡെലിവറിക്ക് വന്നവരില്ലേ, എന്റെ പോലെ 80 കിലോ വെയിറ്റ് വന്നു, അങ്ങനെയൊക്കെ വന്നവർക്ക് മാറ്റങ്ങൾ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അപ്പം എന്റെ ഫസ്റ്റത്തെ ഡെലിവറി കഴിഞ്ഞപ്പോഴൊരു മോൾക്ക് ഒരു 3.5 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഡയറ്റൊക്കെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ തന്നെ എനിക്ക് ആ ഒരു ഒന്നാമത്തെ നമുക്ക് സമയം കിട്ടും, അത് വേറെ കാര്യം. ഇപ്പോഴും അങ്ങനെ തന്നെ നമുക്ക് കുറേശ്ശെ സമയം കിട്ടും എന്ന് പറഞ്ഞാൽ പാറും ഇപ്പൊ എപ്പോഴും കൂടി അന്നൊക്കെ എപ്പോഴും വീട്ടിലെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ അങ്ങനെ ഇല്ല. അപ്പൊ നമ്മുടെ സമയം ഇപ്പൊ കുറവാ മുന്നത്തേക്കാളും. അങ്ങനെ അപ്പൊ ദേ നമ്മൾ പാക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഷാമ്പും കണ്ടീഷണർ യൂസ് ചെയ്ത് കുളിക്കുക. ഇതാണ് എന്റെ റുട്ടീൻ. ഞാൻ കുറെ ഇതിനിടയിൽ കഥകളൊക്കെ പറഞ്ഞിട്ടാ നിങ്ങൾ ബോറടിപ്പിച്ചെന്ന് തോന്നുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് എന്റെ ഒരു വീക്കിലി റുട്ടീൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹെയർ കെയർ റുട്ടീനാണ്. നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുമ്പോൾ, ഈ റുട്ടീൻ കൊണ്ടുപോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, മുടി കൊഴിച്ചിലുണ്ടാവില്ല. പിന്നെ എൻ്റെ മുടി ഇപ്പോൾ എനിക്ക് 36 ആവുന്നു. പക്ഷേ ഇതുവരെ ഒരൊറ്റ മുടി നരച്ചിട്ടില്ല. ഇനി നരയ്ക്കില്ല എന്ന് അറിയില്ല. കാരണം ഇനി ഞാൻ നരക്കില്ല എന്നല്ല കേട്ടോ പറഞ്ഞത്. ഇനിയിപ്പോൾ അത് പറയരുത്. ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല. ഏജിങ് നമുക്കറിയാം, അതൊരു നാച്ചുറലി നമുക്ക് നമ്മളെല്ലാവരിലേക്കും വരുന്നൊരു പ്രോസസ്സാണ്. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് അതിനെ കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക, ആ ഒരു വരുന്നതിനെ കുറച്ചൊക്കെ ഒന്ന് ഡിലേ ചെയ്യിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന റുട്ടീനാണ്. നമ്മുടെ ഹെയർ ഓയിലൊക്കെ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് നല്ലൊരു ഹെയർ കെയർ റുട്ടീൻ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമൊക്കെ ഒരു പരിധി വരെ മുടി കൊഴിച്ചിൽ, ധാരൻ, അങ്ങനെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ്, മുടി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ക്ലൻസ് ചെയ്തൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അതിനൊക്കെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ നമ്മൾ നോക്കേണ്ട രീതിയിൽ നോക്കി കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ മുടി ഉണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നാളൊക്കെ പോയി ഇങ്ങനെ ജസ്റ്റ് ഒരു റുട്ടീൻ കൊണ്ടുപോയിട്ട് പിന്നെ നമുക്ക് മടുത്ത് നമ്മളതൊന്നും ശ്രദ്ധിക്കാണ്ട് മുടിനെ അലസമായി വിട്ടാൽ ചിലർക്ക് ഉണ്ടാവും, ചിലർക്ക് അത് ജനറ്റിക്കായിട്ട് ഉണ്ടാവും. പക്ഷേ ഒരു 80% വേറെ മുടി പോവും. അങ്ങനെയാണ്. നമ്മളൊന്ന് കെയർ ചെയ്യണം. എന്താണെങ്കിലും ഇപ്പോൾ സ്കിന്നിൻ്റെ പോലെ തന്നെയാണ് ഹെയറും. കെയർ ചെയ്താലാണ് അത് നമുക്ക് നല്ല രീതിക്ക് നീറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ കുറേ അധികം പനങ്കുല പോലത്തെ മുടികളോ അല്ലെങ്കിൽ ഭയങ്കര പിടിയെത്താത്ത കട്ടിയുള്ള മുടി ഉണ്ടാവണം എന്നല്ല. നമുക്കുള്ള മുടി നമുക്ക് കാണുമ്പോൾ നല്ല നീറ്റായിട്ട് നല്ല ഭംഗിക്ക് നമുക്ക് ആ ഇതിൽ കൊണ്ടുപോകാൻ പറ്റുക, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നിലാസെറപ്സിന്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണുന്നതല്ല, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പ് നമ്പർ. അതുപോലെ നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ നേരിട്ട് വാങ്ങാം. അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു രീതിയിലേക്കാണ് ഞാൻ ഹെയർ കെയർ ചെയ്യുക. പിന്നെ നമുക്ക് ചെറിയ ഉണ്ണിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറേ അധികം എന്താ പറയുക, നമുക്കും ഫാമിലിയിൽ ഓരോ പ്രോബ്ലംസ്, വിഷമഘട്ടങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ തകിടം മറിഞ്ഞു എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്തതിൽ രോഗമായിട്ടോ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ തകിടം മറിയും. അതിൽ നമ്മൾ വീണ്ടും നോർമലിലേക്ക് വരുമ്പോൾ നമ്മളത് വീണ്ടും ഫോളോ ചെയ്യുക, അത്രേ ഉള്ളൂ. അത് ഞാൻ ആ വഴിക്ക് വിടരുതെന്ന് മാത്രം. അങ്ങനെ വിടാറില്ല ഞാൻ. എന്തെങ്കിലുമൊക്കെ വന്നാലും പിന്നെ നമ്മൾ വീണ്ടും ആദ്യം ഒന്നു മുതലേ തുടങ്ങും. അതിപ്പോൾ ഫിറ്റ്നസിൻ്റെ ആണെങ്കിലും എന്താ പറയുക, ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ സ്കിൻ കെയർ, ഹെയർ കെയർ ഒക്കെ അങ്ങനെ തന്നെ. അപ്പം അത്രയേ ഉള്ളൂ. നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക. എന്തെങ്കിലും ഒരു താഴ്ച വന്നാലും അതിനൊരു ഉയർച്ച ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.